താണ്ട ഞങ്ങൾ കൊട്ടിയൂർ പോയി. കൊട്ടിയൂർ പോകുന്നത് 3:30 ഫസ്റ്റ് ബസ്സിന് തന്നെ കയറി. ഞങ്ങളാ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടിച്ച് കയറിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങൾ ഏതാണ്ട് 5:30 ആയപ്പോഴത്തേക്കും കൊട്ടിയൂരെത്തി. ക്ലോക്ക് റൂമിൽ ചെരുപ്പും ബാഗും എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ക്യൂ നിൽക്കാനായിട്ട് വന്ന്. ഞാൻ വിചാരിച്ച് തിരക്കൊന്നും കാണത്തില്ലായിരിക്കും. നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ താണ്ടെ എല്ലാവരും പറയുന്ന കണക്കൊന്നുമല്ല, അതിനെങ്കിൽ വലിയ തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നല്ല തെള്ളി 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 ഇങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും താണ്ടെ ഈ റീൽസിലൊക്കെ കാണുന്ന കല്ലരയ്ക്കുന്ന നദി കണ്ട്. അത് കണ്ടപ്പം കൊള്ളാമെന്ന് തോന്നിയെങ്കിൽ ഫുള്ള് കലക്കി പറിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തെള്ളി 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 ഏതാണ്ട് 8 മണിയായപ്പോഴത്തേക്കും മഹാദേവനെ കണ്ട് പുറത്തിറങ്ങി. ചുറ്റിനും വെള്ളമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി എല്ലാം കണ്ടു വന്നപ്പോൾ താണ്ടെ റീൽസിൽ മാത്രം കണ്ടേക്കുന്നത് മറ്റേ ചാമ്പൽ എവിടെ പോകുന്നതെന്ന് അറിയാത്ത അടുപ്പ്. ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്ന്. നല്ല കാമാങ്കോറ്റായിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്. ആ സമയത്തൊന്നും മനസ്സിലൊന്നും ഒരു ചിന്തയും വരുന്നില്ലായിരുന്നു. പ്രാർത്ഥിക്കാനൊന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നില്ല. മനസ്സിൽ സാധാരണ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാറില്ലേ? എൻ്റെ മൈൻഡിലാണെങ്കിൽ ഒന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പം മോളുടെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ബാക്ക് ടു റിയാലിറ്റി എന്ന് ആലോചിച്ച് വേഗം തിരിച്ചു വന്നു. അങ്ങനെ ആൾ വെള്ളത്തിൽ കുറേ നേരം കളിച്ചിട്ട് അമ്മേ എൻ്റെ കൂടെ കളിക്കമ്മേ, ഞാനിവിടെ ഇരിക്കട്ടെ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ നേരത്ത് അമ്മാമ്മ കൂടെ കളിക്കാൻ ചെന്നു. അമ്മാമ്മ ദേഹത്ത് വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞ് പിന്നെ ഒരു കരച്ചിലായിരുന്നു. ആ കരച്ചിൽ അവിടെ തുടങ്ങി അവിടെ കിടന്ന് ഉരുണ്ട് വരണ്ട ആ ദേഹം മൊത്തവും നനച്ചാൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി അവിടുത്തെ മറ്റേ ഓലപ്പുര എല്ലാം കണ്ട്. ഓരോ ഓലപ്പുരയ്ക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പവും മറ്റേ അരവണ പായസമൊക്കെ മേടിച്ച് വഴിയെ കഴിച്ച് പോന്നു. അങ്ങനെ ആൾക്കൊരു ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ആളെന്നോട് പറയാം അമ്മേ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കമ്മേന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നേരെ ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞമ്മയ്ക്ക് കൊടുക്ക്, കുഞ്ഞമ്മ കഴിക്കട്ടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെയുള്ള ആ നദിയിലിറങ്ങി. ആൾക്കാരൊക്കെ കല്ലൊക്കെ ഉരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ കല്ലൊക്കെ ഉരച്ച് നോക്കി. അതിനകത്ത് നിന്ന് എന്താ കിട്ടുന്നതെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ്. അന്നേരം ഉണ്ടടാ അതാണ്ട് വെള്ളത്തിൽ കൂടെ ഒരു ട്രാക്ടർ പോന്നു. അത് നിറയെ ഉണ്ണിയപ്പവും അരവണ പായസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നദിയിലൂടെയൊക്കെ ട്രാക്ടർ പോകുന്നത്. പിന്നെ നോക്കിയപ്പോൾ താണ്ട കുറേ കല്ലിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഇപ്പോഴും ആൾക്കാരോട് അടുക്കുന്നുണ്ടായിരുന്നേ. അന്നേരം അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ വഴക്കും പറയുന്നുണ്ട്, അടുക്കരുത് അടുക്കരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലയെന്നൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. കല്ലരയ്ക്കുന്നത് അവിടെ ഉള്ളതല്ല എന്നാണ് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാനൊന്ന് ഉരച്ച് നോക്കി എന്താ കിട്ടുന്നതെന്നറിയാം. ഞാൻ 2-3 കല്ലെടുത്ത് ഉരച്ച കല്ലതെല്ലാം ചന്ദനമാണ് കേട്ടോ വന്നത്. സിന്ദൂരമോ കുങ്കുമോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലേ. എന്നിട്ട് പിന്നെ എല്ലാവരും നെറ്റിയിലിടുന്ന കണ്ടുകൊണ്ട് ഞാനും എടുത്ത് നെറ്റിയിലൊക്കെ ഇട്ട് ദൈവത്തെ വിചാരിച്ച് ദൈവത്തെ കാണാൻ പോയതല്ലേ. പിന്നെ കുറേ കല്ലടുക്കി വെച്ചേക്കുന്നതൊക്കെ കണ്ട്. ഇതിനൊക്കെ അവിടെ ആൾക്കാരെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് എത്താനായിട്ട് ആദ്യത്തെ ബസ് പിടിച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.